പ്രകാശ് ബാബു, ഇപ്പോൾ SDPI വോട്ട് കൊണ്ടാണ് UDF പാലക്കാട് ജയിച്ചത് എന്നൊരഭിപ്രായം BJPക്കുണ്ടോ? സ്മൃതി, എനിക്ക് ഈ SDPIയുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയിൽ രണ്ട് മുന്നണികളുടെയും അപഹാസ്യപരമായിട്ടുള്ള നിലപാട് കാണുമ്പോൾ ഈ പ്രേക്ഷകരെല്ലാം ലജ്ജിച്ച് തലതാഴ്ത്തുന്നുണ്ടാവും. നോക്കൂ, ഈ SDPI എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത ഭീകര സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ്. ആ ഭീകര രാഷ്ട്രീയ രൂപത്തെ പൊത്തിൽ ഒളിച്ചിരിക്കുന്ന ഈ തീവ്രവാദി കുഞ്ഞുങ്ങളെ പാലക്കാടിൻ്റെ ടൗണിൽ കോൺഗ്രസ്സുകാർ ഉമ്മ കൊടുത്ത് തെരുവിൽ കൊണ്ടുവന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോൾ ഞങ്ങൾക്കിവരുമായിട്ട് ഒരു സ്ഥലത്തും ബന്ധമില്ല. ഞങ്ങൾ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ SDPIയുടെ വോട്ട് ഞങ്ങൾ വാങ്ങാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്ന നിലപാട്. കുറച്ചൊരു സമയം തരണം സ്മൃതി. ഞാൻ ഇവരുടെ യഥാർത്ഥ മുഖം കാര്യകാരണ സഹിതം തീയതി സഹിതം ഞാൻ ഈ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചു തരാം. നോക്കൂ, 2019 UDFിൻ്റെ കേരളത്തിലെ രണ്ട് പ്രബല നേതാക്കളായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ തന്നെ ET മുഹമ്മദ് ബഷീറും കൊണ്ടോട്ടിയുള്ള KTDCയുടെ 105ാമത്തെ റൂമിൽ വെച്ച് മലപ്പുറം പൊന്നാനി സീറ്റിൽ SDPIയുടെ പിന്തുണ ആവശ്യപ്പെട്ട് ചർച്ച നടത്തിയിരുന്നു. അതിപ്പോൾ നമുക്ക് പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്നതുമാണ്. അത് കഴിഞ്ഞ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ കേരളത്തിൽ UDFിനായിരുന്നു. അന്ന് മാധ്യമപ്രവർത്തകരടക്കം ചോദിച്ച സമയത്ത് ഇവർ പറഞ്ഞു ഒരു ചർച്ചയും നടന്നിട്ടില്ല. എന്നാൽ 4 ദിവസം മുമ്പ് കോഴിക്കോട് SDPIയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് സത്യപ്രതിജ്ഞ അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്ത ശേഷം നടത്തിയ പത്രസമ്മേളനത്തിലെ 2 വരി ഞാൻ കേൾപ്പിക്കുക സ്മൃതി. ഞങ്ങൾ ഒരു ചർച്ചയും ചെയ്യാതല്ല, 16 വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഞങ്ങൾ, അത്യാവശ്യം രാഷ്ട്രീയ വിജ്ഞാനമൊക്കെ ഞങ്ങൾക്കുണ്ട്. ഇത് വൺ സൈഡായിട്ട് ഞങ്ങൾ ആവശ്യമുള്ള സമയത്ത് ഞങ്ങൾ പറയും. ചർച്ച ചെയ്തിട്ട് തന്നെയാണ് പിന്തുണ കൊടുത്തത്. 2024 ലോക്സഭ, അതായത് ആ പത്രസമ്മേളനത്തിൻ്റെ ഒരു 21ാമത്തെ മിനിറ്റ് മുതൽ സ്മൃതി ശ്രദ്ധിച്ചാൽ നിങ്ങൾ കാണാൻ പറ്റും. ഇനി വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം നോക്കൂ, നിങ്ങൾ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മാത്രമാണോ ഇവർ ഈ ഭീകര സംഘടനയുടെ വോട്ട് വാങ്ങി? ഇപ്പോൾ സ്മൃതി ചോദിച്ചല്ലോ, ആ പ്രകാശം മാസ്റ്റർക്ക് അത് നിഷേധിക്കാൻ സാധിക്കുന്നില്ല. പ്രകാശ് മാസ്റ്ററോട് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ പറഞ്ഞുതരാം. കോട്ടാങ്ങൽ പഞ്ചായത്ത് CPIഎമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമായ ബിനു ജോസഫ്, അതായത് വയർപൂർ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് ബിനു ജോസഫ്. അവിടെ ജമീല എന്ന് പറയുന്ന വൈസ് പ്രസിഡന്റ് SDPI ആണ്. CPIഎം നേതാവ് പ്രസിഡന്റാണ്. നിങ്ങൾക്കുള്ള സീറ്റ് 4 സീറ്റാണ്. CPIക്കുള്ള 1, SDPIക്കുള്ള 1, BJPക്കുള്ളത് 5. നിങ്ങൾ എങ്ങനെയാണ് പ്രകാശം മാഷെ കെട്ടിപ്പുണർന്നല്ലേ അവിടെ ഭരിക്കുന്നത്? നിങ്ങൾ അല്പം മുമ്പ് പറഞ്ഞല്ലോ ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ വിളിച്ച ബിനുവിനോട് ഒന്ന് രാജിവെക്കാൻ പറ. പത്തനംതിട്ടയിൽ ആമിന ഹൈദ്രോസ് വൈസ് ചെയർമാൻ ആയത് എങ്ങനെയാണ്? മുനിസിപ്പാലിറ്റിയിൽ നിങ്ങളല്ലേ അവിടുത്തെ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, CPIഎമ്മിൻ്റെ നേതാവില്ലേ, നിങ്ങളല്ലേ ചെയർമാൻ? എങ്ങനെയാ SDPIയുടെ പിന്തുണയിൽ ജയിച്ചിട്ടുള്ള ആൾ? ഇനി പോട്ടെ, SDPIയുടെ പിന്തുണ എന്ന് നിങ്ങൾ പറയും. അവിടെയുള്ള ഷമീർ എന്ന് പറയുന്ന SDPI നേതാവ് വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിരം കമ്മിറ്റി ചെയർമാൻ എങ്ങനെയായിട്ടുള്ളത്? നോക്കൂ സ്മൃതി, സമാനമാണ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ ഷമീമ ടീച്ചറാണ് ബ്ലോക്ക് പ്രസിഡന്റ്. BJPക്ക് 6 സീറ്റ്, UDFിന് 6 സീറ്റ്. അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന SDPIയുടെ നേതാവിൻ്റെ പിന്തുണയോടുകൂടിയാണ് 4.5 കൊല്ലം ബഹുമാനപ്പെട്ട ജ്യോതികുമാർ ചാമക്കാലയുടെ പാർട്ടി അവിടെ ഭരിക്കുന്നത്. അവിടെയും കഴിഞ്ഞിട്ടില്ല. കൊല്ലം ജില്ലയിലെ പോരുവഴി, ആ പോരുവഴിയിലെ നിങ്ങൾ നോക്കണം, BJPക്ക് 5, കോൺഗ്രസിന് 5. ബിനു മംഗലത്ത് എന്ന് പറയുന്ന INTUCയുടെ നേതാവാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. ബഹുമാനപ്പെട്ട ചാമക്കാല പറയട്ടെ. അപ്പോൾ നിങ്ങൾ ഈ കേരളത്തിൽ തരാതരം ഈ 2 മുന്നണികളും ഈ ഭീകരവാദികളുടെ പിന്തുണ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി പ്രകാശം മാസ്റ്ററുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2018 ജൂലൈ മാസം 2 നമ്മൾ ഇടുക്കിയിലെ വട്ടവടയിലെ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗം സെക്കൻഡ് DC കെമിസ്ട്രി വിദ്യാർത്ഥിയായിട്ടുള്ള അഭിമന്യുവിനെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടത്തിയപ്പോൾ അന്ന് നിങ്ങൾ തിരുവനന്തപുരത്ത് വെമ്പായം പഞ്ചായത്തിൽ SDPI യോജിച്ച് അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. ഇതൊന്നും കേരളം മറന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഈ ഭീകരവാദ സംഘടനകളുമായി നിങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും സഖ്യം ചേർന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയും ഞങ്ങൾ വർഗീയതയ്ക്കെതിരെയുള്ള നിലക്കാത്ത പോരാട്ടമാണ്. മതനിരപേക്ഷ കേരളം, മതനിരപേക്ഷ ഭാരതം, ഇങ്ങനെ നല്ല ഇമ്പം കൊള്ളുന്ന മുദ്രാവാക്യം ഒരു ഭാഗത്ത് പറഞ്ഞ് ഇരുട്ടിൻ്റെ മറവിൽ നിങ്ങൾ പോയിട്ട് ഈ ഭീകരവാദികളുമായി സന്ധി ചെയ്യും. ഇന്നലെ ഒരു കോൺഗ്രസ് നേതാവ് ചോദിച്ചത് SDPI പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധമുണ്ട്, അതിനെ നിരോധിച്ചിട്ടില്ലെന്നോ. ഞാൻ അവരോട് പറയുന്നത്, ജ്യോതികുമാർ ചാമക്കാലോട് പറയുന്നത്, നിങ്ങളറിയോ പ്രൊഫസർ കോയ, അതേപോലെ തന്നെ ഈ അബൂബക്കർ, ഇവരൊക്കെ ജയിലിലാണ്.
STPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉസ്മാൻ ജയിലില. ഈ പ്രൊഫസർ കോയയാണ് STPയുടെ സ്ഥാപക നേതാവും പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശീയ സമിതി അംഗവും. ഈ അബൂബക്കറാണ് ഇതിന്റെ സ്ഥാപക നേതാവും സംസ്ഥാന പ്രസിഡന്റും. ഇങ്ങനെ ഈ ഭീകരവാദ സംഘടനകളുമായി നിങ്ങൾ ചേർന്നിട്ടുണ്ട്. ഇനി രണ്ടാമത് സ്മൃതി, ഈ പാലക്കാട് നിങ്ങൾ പറയുന്ന വലിയൊരു പാർട്ടിയാണ് STPI എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അവിടെ ഒരു അപകടമുണ്ട്. അവിടെ എന്താ അപകടം? അവിടെ ഏകദേശം ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് എന്ന് പറയുന്നത് ഏകദേശം 96,000-ഓളം വോട്ട് വരുന്നുണ്ട്. ഈ 96,000-ഓളം വോട്ടിൽ അതിൻ്റെ 23% പോൾ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കണക്കിന് അറിയാം. 36,000 വോട്ടാണ് അത് പോൾ ചെയ്യുന്നത്. ഈ 36,000 വോട്ട് പോൾ ചെയ്യുന്ന ഈ മുസ്ലിം ന്യൂനപക്ഷ വീടുകളിൽ പോയി ഗ്രീൻ ആർമി വേറെ, വാട്സപ്പ് സ്ക്വാഡ് വേറെ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർ പ്രവർത്തിച്ചിട്ടില്ലേ? ഒരു ഉദാഹരണം മാത്രം ഞാൻ സ്മൃതിയുടെ മുന്നിലൂടെ അവതരിപ്പിക്കാം. ഞാൻ അവിടെ പാലക്കാട് 64-ാം നമ്പർ ബൂത്തിലാണ് മുഴുവൻ സമയം പ്രവർത്തിച്ചത് സ്മൃതി. ആ ബൂത്തിൽ 1028 വോട്ടാണ് പോൾ ചെയ്തിട്ടുള്ളത്. അതിൽ 390 ന്യൂനപക്ഷ വോട്ടാണ്, മുസ്ലിം സഹോദരന്മാരുടെ വോട്ടാണ്. 130-140 ന്യൂനപക്ഷ വീടുകളാണുള്ളത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ എല്ലാ വീടുകളിലും ഇതാ നിങ്ങൾ പറയുന്ന STPIയുടെ ഞാൻ ഈ കാണിക്കുന്ന ഈ പോസ്റ്ററുകൾ എന്തിനാ കൊണ്ടുപോയി കൊടുത്തത്? എന്തിനാണ് ഈ പ്രകാശൻ മാസ്റ്ററുടെ ഈ പത്രത്തിലുള്ള പരസ്യം കൊണ്ടു കൊടുത്തത്? ഞങ്ങളിൽ 1-2 വീട്ടിൽ ചോദിച്ചു, ആരായതുകൊണ്ട് ഞങ്ങൾ അറിയില്ല. രാവിലെ മുറ്റത്ത് കാണുന്നു. ഇങ്ങനെ വളരെ ആസൂത്രിതമായി 23% എന്ന് പറയുന്ന വലിയൊരു സംഖ്യയുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് നേടാൻ വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട്. അതിന് STPI നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്നത്, STPIയുടെ നിങ്ങളുടെ നിലപാട് വർഗീയതയുടെ വോട്ട് വേണ്ട എന്നാണല്ലോ. വർഗീയതയുടെ വോട്ട് വേണ്ട എങ്കിൽ നിങ്ങൾ STPIയുടെ വോട്ട് വേണ്ട എന്ന് പറയണമെന്നേ. ആ നിലപാട് നിങ്ങൾ പറഞ്ഞിട്ടില്ല. STPIയുടെ വിദ്വേഷത്തിൻ്റെ ഇത്തരത്തിലുള്ള ലഘുലേഖകളും പോസ്റ്ററുകളും അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. BJP CPM ഡീലിനെതിരെ നിങ്ങൾ പ്രതികരിക്കണമെന്ന് പറഞ്ഞ് BJPയുടെ വോട്ട് വെച്ച് കാണിച്ചുകൊണ്ടാണ് ഇവർ വീടുകളിൽ പോയിട്ടുള്ളത്. ശരി, അവർക്ക് രാഷ്ട്രീയ